400 വർഷം മുൻപ് പട്ടുനൂലുകളും സുഗന്ധവ്യഞ്ജനങ്ങളും വഹിച്ചുകൊണ്ട് അറേബ്യൻ തീരങ്ങളിലേക്ക് തിരിച്ചിരുന്ന ഉരുക്കുകളെ ഓർമ്മിപ്പിക്കും വിധം ആധുനിക ഇന്ത്യയുടെ മറ്റൊരു പടക്കപ്പൽ സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് നങ്കൂരമിടുകയാണ്. പക്ഷേ ഇത്തവണ അത് സുഗന്ധവ്യഞ്ജനങ്ങൾക്കല്ല, മറിച്ച് ആധുനിക യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും അതുപോലെ സാങ്കേതിക വിദ്യയുടെയും വിപണനത്തിനാണ്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി $3 ബില്യൺ അഥവാ 23,000 കോടി രൂപ എന്ന മാന്ത്രിക സംഖ്യ കടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ സൗദി അറേബ്യയിലേക്ക് ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഏറെ തന്ത്രപരമായ നീക്കങ്ങളോടെയാണ്. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്തിന്റെ നേതൃത്വത്തിൽ 30ഓളം പൊതു സ്വകാര്യ മേഖലയിലെ കമ്പനികൾ റിയാദിലെ പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോൾ അത് കേവലം ഒരു കച്ചവടത്തിനപ്പുറം ഏഷ്യയിലെ 2 വൻ ശക്തികൾ തമ്മിലുള്ള ശാശ്വത സൗഹൃദത്തിന്റെ പുതിയ അധ്യായമായി മാറുകയാണ്. ഒരു കാലത്ത് ലോകത്തിന് മുന്നിൽ ആയുധങ്ങൾക്കായി കൈനീട്ടിയിരുന്ന ഇന്ത്യയിൽ നിന്ന് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ഇന്ത്യയിലേക്കുള്ള പരിവർത്തനം വിസ്മയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മേഖല കൈവരിച്ച വളർച്ച ആഗോള പ്രതിരോധ ഭൂപടത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം അടിവരയിടുന്നു. റഷ്യയും അമേരിക്കയും ഫ്രാൻസും അടക്കി വാണിരുന്ന ഒരു വിപണിയിലേക്ക് ഇന്ത്യ സ്വന്തം മുദ്ര പതിപ്പിക്കുന്നത് ബ്രഹ്മോസ് മിസൈലുകളിലൂടെയും ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെയുമാണ്. ഫിലിപ്പീൻസുമായി നടത്തിയ ബ്രഹ്മോസ് കരാർ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ റഷ്യയുമായുള്ള സംയുക്ത സംരംഭം എന്ന നിലയിൽ ആവശ്യമായ സാങ്കേതിക അനുമതികൾ തേടാനുള്ള നയതന്ത്ര നീക്കങ്ങളും സജീവമാണ്. സൗദി അറേബ്യ എന്ന വിപണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളും സാധ്യതകളും ഒരുപോലെ നിറഞ്ഞ ഒന്നാണ്. പരമ്പരാഗതമായി അമേരിക്കൻ ആയുധങ്ങളും സാങ്കേതിക വിദ്യയും അമിതമായി ആശ്രയിക്കുന്ന രാജ്യമാണ് സൗദി. വാഷിംഗ്ടണുമായി കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകൾ അടുത്തിടെയും റിയാദ് ഒപ്പുവെച്ചിട്ടുണ്ട്. എങ്കിലും ആയുധ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനുള്ള സൗദിയുടെ ആഗ്രഹം ഇന്ത്യക്ക് വലിയ വാതിലുകൾ തുറന്നു നൽകുന്നു. പ്രത്യേകിച്ച് മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് ഉൽപ്പാദിപ്പിക്കുന്ന 155mm പീരങ്കി ഉണ്ടകൾക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. ലോകത്തിലെ മിക്ക സൈന്യങ്ങളും ഉപയോഗിക്കുന്ന പീരങ്കികളിൽ ഈ അളവിലുള്ള ഉണ്ടകൾ സാധാരണമായതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ളതും എന്നാൽ ചെലവ് കുറഞ്ഞതുമായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വലിയ സാധ്യതകളുണ്ട്. ഭാരത് ഫോർജ് പോലെയുള്ള സ്വകാര്യ കമ്പനികളുടെ സാന്നിധ്യം ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ ആയുധങ്ങളുടെ കാര്യക്ഷമത ലോകത്തിന് ബോധ്യപ്പെട്ടത് കേവലം പ്രദർശനശാലകളിലല്ല, മറിച്ച് യുദ്ധകളങ്ങളിലാണ്. പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സൈനിക നീക്കങ്ങളിൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ പ്രകടിപ്പിച്ച കൃത്യതയും പ്രഹരശേഷിയും ആഗോള നിക്ഷേപകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. പരീക്ഷണശാലകളിൽ വിജയിക്കുന്നതിനേക്കാൾ യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ വിജയിക്കുന്ന ആയുധങ്ങൾക്കാണ് വിപണിയിൽ മൂല്യം കൂടുതൽ. ഇന്ത്യയുടെ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഇപ്പോൾ ലഭിക്കുന്ന ഈ സ്വീകാര്യതയ്ക്ക് പിന്നിൽ നമ്മുടെ സൈന്യം തെളിയിച്ച ഈ പ്രായോഗിക മികവ് വലിയൊരു ഘടകമാണ്. അതുതന്നെയാണ് സൗദിയെ പോലൊരു രാജ്യം ഇന്ത്യയെ ഒരു വിശ്വസ്ത പങ്കാളിയായി കാണാൻ പ്രേരിപ്പിക്കുന്നതും. പ്രതിരോധ ഇടപാടുകൾക്ക് പിന്നിൽ കരുത്തുറ്റ രാഷ്ട്രീയ ബന്ധങ്ങളുടെ തണലുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അർജന്റീനയിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അവരുടെ ആദ്യ കൂടിക്കാഴ്ച മുതൽ ഇന്നുവരെ ആ ബന്ധം വളർന്നുകൊണ്ടേയിരിക്കുന്നു. സൗദി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഫയാദ് അൽ റുവൈലിയുടെ ഇന്ത്യൻ സന്ദർശനവും വരാനിരിക്കുന്ന ഉന്നത നാവിക ഉദ്യോഗസ്ഥരുടെ കൂടിക്കാഴ്ചകളും സൈനിക സഹകരണം വെറും ആയുധ കച്ചവടത്തിൽ ഒതുങ്ങുന്നതല്ലെന്ന് വ്യക്തമാക്കുന്നു. സംയുക്ത സൈനികാഭ്യാസം, വിവര കൈമാറ്റം, സാങ്കേതിക സഹകരണം എന്നിങ്ങനെ വിവിധ തലങ്ങളിലേക്ക് ഈ ബന്ധം വ്യാപിച്ചിരിക്കുന്നു. കച്ചവടത്തിനപ്പുറം ഇതിന് വലിയൊരു ഭൗമ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ പ്രതിരോധിക്കാനും പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സൗദിയുമായുള്ള ഈ ബന്ധം അത്യാവശ്യമാണ്. അതേസമയം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വിഷൻ 2030 എന്ന അവരുടെ ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി സമ്പദ് വ്യവസ്ഥയെ എണ്ണ ഇതര മേഖലകളിലേക്ക് മാറ്റാൻ ഇന്ത്യയെ പോലൊരു വലിയ വിപണിയും സാങ്കേതിക പങ്കാളിയും അനിവാര്യമാണ്. ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപം സൗദിയിൽ വർദ്ധിക്കുന്നതും വ്യാപാര രംഗത്തെ പുതിയ ഉണർവും ഈ സഹകരണത്തിന്റെ ഗുണഫലങ്ങളാണ്. പ്രതിരോധം എന്നത് ഇപ്പോൾ കേവലം അതിർത്തി കാക്കൽ മാത്രമല്ല, അത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയുടെയും നയതന്ത്ര വിജയത്തിന്റെയും അടയാളം കൂടിയാണ്. ഇന്ത്യയുടെ ഈ മുന്നേറ്റത്തെ ചിലർ സംശയത്തോടെയും നോക്കിക്കാണാറുണ്ട്. ആഗോള ഭീകരന്മാരുമായി മത്സരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട്. എന്നാൽ കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക വിദ്യ നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്നത് ഇന്ന് തെളിയിക്കപ്പെട്ട സത്യമാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ പ്രതിരോധ മേഖലയിലും ആവർത്തിക്കപ്പെടുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തേക്കുള്ള ഈ മാറ്റം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന വിജയ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. സൗദി അറേബ്യയിലെ ഈ പ്രദർശനം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ കണക്കുകൾ ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. അത് കേവലം അക്കങ്ങളിലെ വളർച്ചയല്ല, മറിച്ച് ആഗോള
ആഗോളക്രമത്തിൽ ഇന്ത്യ നേടിയെടുക്കുന്ന പുതിയ അധികാരത്തിന്റെയും ആദരവിന്റെയും പ്രതിഫലനമാണ്. ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തേക്കുള്ള ഈ മാറ്റം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. സൗദി അറേബ്യയിലെ ഈ പ്രദർശനം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ കണക്കുകൾ ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. അത് കേവലം അക്കങ്ങളിലെ വളർച്ചയല്ല, മറിച്ച് ആഗോളക്രമത്തിൽ ഇന്ത്യ നേടിയെടുക്കുന്ന പുതിയ അധികാരത്തിന്റെയും ആദരവിന്റെയും പ്രതിഫലനമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.